ഇതുപോലൊരു മാർച്ച് കീറ്റസ് എം ഡിയുടെ വീടിന്റെ പടിക്കലേക്ക് നമ്മളൊരു മാർച്ച് നടത്താൻ ഇടയാക്കിയ സാഹചര്യത്തെ സംബന്ധിച്ച് അവിടെ നമ്മുടെ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, അതുപോലെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും വളരെ വിശദമായി സംസാരിച്ചതാണ്. അതുകൊണ്ടൊരു നീണ്ട പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോന്നിനെ സംബന്ധിച്ച് വിശദീകരിക്കാനല്ല, അതിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു ഹരിജൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അഭിസംബോധന ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളെ എല്ലാം പാടെ ലംഘിച്ച് കേട്ടാൽ അടയ്ക്കുന്ന രീതിയിലുള്ള മ്ലേച്ഛമായ സംസാരങ്ങൾ നമ്മളൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചടക്കം പറഞ്ഞു എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലൊരു മാർച്ച് സംഘടിപ്പിക്കേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ MLA സംബന്ധിച്ച് ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന് പ്രത്യുൽപാദന ശേഷിയില്ലാത്ത നപുംസകമാണ് എന്നുള്ള പദം ഉപയോഗിച്ചു. ആരാണ് ഇത് തീരുമാനിക്കേണ്ടത്? അങ്ങേർക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടോ ഇല്ലയോ എന്ന് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അല്ലെ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അത് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൃത്യമായി പറയാൻ കഴിയും ഇയാൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ട്, അതുകൊണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഈ MLA പിന്നെ സാബുവിന്റെ വീട്ടിൽ ചേർന്ന് പ്രത്യുൽപാദനം പരിശോധിക്കേണ്ട ഉണ്ടാക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ MLA ഭാര്യ പറയും ഇദ്ദേഹത്തിന് പ്രത്യുൽപാദന ശേഷിയുണ്ട്, 2 മക്കളുണ്ട് എന്ന് പറയാൻ കഴിയും. അവിടെ എങ്ങനെ പറയാൻ കഴിയുമെന്നൊന്നുമില്ല. ഉള്ള കാര്യം എന്റെ വീട് ഇവിടെ തന്നെയാണ്, ഈ വെലങ്ങി കല, ഈ കല തന്നെയാണ് ഞാൻ. ഇപ്പൊ പഞ്ചായത്തിന്റെ പോലെ വാർഡുകളും വിഭജിച്ചു വന്നപ്പോ 2 വാർഡായി പോയി നോക്കുള്ളൂ, ഒറ്റ വാർഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഭൂമിശാസ്ത്രവും നാരായണനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ കാരണന്മാർ പറഞ്ഞും കേട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഈ യോഗത്തിൽ പറയുമ്പോ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി അവിടെ ഒരു മുന്നറിയിപ്പ് നൽകി. അങ്ങേര് പറഞ്ഞതിന് അനുസരിച്ച് നമ്മൾ വർത്തമാനം പറഞ്ഞാൽ അങ്ങേരെ പോലെ നമ്മളും ആവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നീതിക്കും സംസ്കാരത്തിനും ഒന്ന് മാന്യതയ്ക്കും ചേർന്നതല്ല എന്നുള്ളതുകൊണ്ട് പറയരുതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഇത് ശ്രീനിധന്റെ ഭാര്യയ്ക്ക് അറിയാം, പക്ഷെ പിന്നെ അദ്ദേഹത്തിന് അത് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ പരീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് പറയാതെ ശരിയാവുന്നോ നോക്കണ്ട. അപ്പോ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞത്. അത് MLA സംബന്ധിച്ച് മാത്രമല്ലല്ലോ, ഈ കേരളത്തിലൊരു നവകേരള സദസ് നടന്നു. അത് ഇന്ത്യയുടെ ചരിത്രത്തിലല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, ഒരു ജനകീയ പരിപാടി ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ പരിപാടി ഗിന്നസ് ബുക്കിൽ വരും. ഒന്ന് കുഴപ്പമുണ്ടോ? അതുപോലുള്ള പരിപാടിക്ക് ഈ മന്ത്രിസഭ തികച്ചും ജനകീയമായി പാവപ്പെട്ട ആളുകളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി മാതൃകാപരമായി ഒരു ബസ്സിൽ സഞ്ചരിച്ചു. ആ ബസ്സിൽ സഞ്ചരിച്ചതിനെ പറ്റി അങ്ങേര് കൊടുത്ത വർത്താനം എന്തോ വരും. അങ്ങേര് കൊടുത്ത വർത്താനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സില് 22 കക്കൂസ് ഉണ്ടാകുന്ന ഒരു കക്കൂസ് ബസ്സിൽ പത്രക്കാരൊക്കെ ചെന്ന് നോക്കി ബോധ്യമുണ്ട്. ബാക്കി 21 കക്കൂസിനെ സംബന്ധിച്ച് അങ്ങനെ ഉദ്ദേശിച്ചെന്നോ അങ്ങേര് കണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള 21 മന്ത്രിമാരെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് ഒരു യോഗം നടത്തിയപ്പോ പറഞ്ഞു, ഈ യോഗത്തിൽ ഇപ്പൊ കിഴക്കമ്പലക്കാരല്ലല്ലോ, മറ്റൊരു സ്ഥലത്തോട്ട് വന്നവരല്ലേ. ഞാനത് അന്ന് പറഞ്ഞു, ഈ നേരത്തെ ഒരു തത്വശാസ്ത്രം പറയും എന്താണെന്നറിയോ, രാജകന്യകയാകിലും പൂർവ്വജന്മം പുനഃപുന എന്ന്. ഈ കഴിഞ്ഞ ജന്മത്തിലെ രാജകുമാരി ആയിരിക്കും, അല്ല ഈ ജന്മത്തിലെ രാജകുമാരി ആയിരിക്കും. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ പട്ടിയാണെങ്കിലോ ആ പട്ടി നാടൻ രീതി അനുസരിച്ച് കക്കൂസ് അന്വേഷിച്ച് നടക്കും. അപ്പൊ 21 കക്കൂസ് അന്വേഷിച്ച് നടന്ന ആ രാജകുമാരിയുടെ പുനഃപുന എന്നുള്ള ആ പഴയ അവതാരത്തിന്റെ ആ അവശിഷ്ടം ഉണ്ടല്ലോ, ഈ കക്കൂസ് അന്വേഷിച്ച് നാട്ടിൽ പുറത്തോടെ നടക്കണം. ആ ഇടപാട് ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പൊ എനിക്ക് വീണ്ടും ആവർത്തിച്ച് പറയാറുള്ളത്. പിന്നെ ഈ പഴയ വായന ആ സ്വഭാവത്തിലേക്ക് പോകുന്ന ആ സംസ്കാരം ഉണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല, അത് അവസാനിപ്പിക്കണം എന്നതിനാണ് നമ്മുടെ അഭിപ്രായം. ഇങ്ങനെ നടത്തിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് ദൈവം തമ്പുരാന്റെ ഒരു എന്താ യേശുക്രിസ്തുവിനെ പോലെ ഒരു അവതാര പുരുഷനായി ഇങ്ങനെ അവതരിച്ചതാന്ന് തോന്നും.
ചെയ്തിട്ടുള്ള നടപടികളെ സംബന്ധിച്ചും പ്രവൃത്തികളെ സംബന്ധിച്ചും പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഒക്കെ ഉള്ള നടപടിയാണല്ലോ. അപ്പൊ അങ്ങനെ വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അതിനൊരു മാതൃകയാവണം. അങ്ങനെ വേണം. ആ മാതൃകയാകുമ്പോ പറയാനുള്ളത് ഇവിടെ നമ്മുടെ സെക്രട്ടറി ഇവിടെ വിശദീകരിച്ചാണ്. എങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ കീറ്റസ് ഗാർമെന്റ്സ് എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ദൂരം 1.5 കിലോമീറ്റർ പോകും. നിങ്ങൾ ഇത് കഴിയുമ്പോൾ അവിടെ ചെന്ന് നോക്ക്. ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോ അത്രയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ തോന്നുന്നു. അവിടെ ചെന്ന് നോക്ക്. അവിടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ പണ്ട് നമ്മുടെ ഈ ഇവിടെ തോട്ടം മേഖലയിലെ ലയം എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് നോക്കുക. ആ ലയത്തിന് രൂപമുണ്ട്. അതറിയാവോ? തോട്ടത്തിന്റെ ഇടയ്ക്ക് അതിന് കാരണം വലിയ ചൂടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ 5 അടി 5 ഇഞ്ചാണ്. കൂടിയ ഒരു 6 അടി പൊക്കം. 6 അടി പൊക്കത്തിന് ബ്രിക്ക് വെച്ച് പണിതിട്ട് ഈ ടിൻഷീറ്റ് ഇട്ട് മേഞ്ഞേക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാള് അല്ലെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ഒരാള് 1 മണിക്കൂർ വേണ്ട ഈ സാബൂരെ അവിടെ കുറ്റി അടിച്ച് കെട്ടിയിട്ട് 1 മണിക്കൂർ അതിൻ്റെ അകത്ത് ഇരിക്കാൻ കഴിയുമോ? അതുപോലെ ഈ ചുട്ടു പഴക്ക ഇതിന്റെ അകത്താണ് തൊഴിലാളികൾ താമസിക്കുന്നത്. അവർക്ക് മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യങ്ങളില്ല. അതൊക്കെ ഒരു ജാതിയാണ്. അവിടെ നാട്ടുകാര് ഈ 10,000 20,000 എന്നൊക്കെ പറഞ്ഞ തൊഴിലാളികള് അവര് ഒരു ദിവസത്തെ അവരുടെ മലമൂത്രം വിസർജനം എന്ന് പറഞ്ഞാൽ എന്തോരാ. അതൊക്കെ എന്ത് ചെയ്യുമോ? അതൊക്കെ അവിടെ കെട്ടിയിട്ടേക്കും. എന്നിട്ട് നല്ലൊരു പെരുമഴ വീണ ദിവസം അങ്ങ് തുറന്നു വിടും. ആ പ്രദേശത്തെ കിലോമീറ്ററുകളുള്ള ഈ കിഴക്കമ്പലം പാടം മുഴുവൻ ഇതുപോലെ ദുർഗന്ധമാണ്. അപ്പൊ ആ തരത്തിലാണ് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തായിരുന്നത്. അവിടെ മിനിമം കൂലിയുണ്ടോ? തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? ഇതൊന്നുമില്ലാതെ ഇങ്ങനെ മൃഗങ്ങളെ പോലെ അവർ പറയുന്ന കണക്കനുസരിച്ചാണ് ഈ 10,000-20,000 വരുന്ന ആ മനുഷ്യരെ അവിടെ കൊണ്ടുവന്നിട്ടേക്കാം. അപ്പൊ ചോദിക്കും, എന്തിനാ അവിടെ പോയി കിടക്കണേന്ന്? ഉത്തരേന്ത്യ ഇവിടെ ഏകദേശം കണക്കനുസരിച്ച് 744 രൂപയല്ലേ ഒരു തൊഴിലാളിയുടെ ശരാശരി കൂലി. അവിടെ ഇപ്പോൾ 250 രൂപയാണല്ലോ ഉത്തരേന്ത്യയില്. അപ്പൊ അവരിവിടെ വന്ന് ഇത്രയും അവരുടെ നാട്ടില് ഇങ്ങനെ സഹിച്ചു തന്നെയാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് 2-3 ദിവസത്തെ കൂലി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഈ പാവങ്ങൾ മുഴുവൻ. പിന്നെ അവർക്ക് ഈ പണ്ട് പിന്നെ ഓണത്തപ്പം വരുമല്ലോ, മഹാദേവത്തമ്പുരാൻ വരുന്നതിന് ഒരു സൗകര്യപ്പെടുത്തിട്ടുണ്ട്. ഈ നാട്ടുകാരായിട്ട് തൊഴിലാളികൾക്ക് ബന്ധപ്പെടാൻ അധികാരമില്ല, അതിനുള്ള അവകാശമില്ല, അതിനുള്ള സന്ദർഭമില്ല. ആകെ ചെയ്യുന്നതിനെയോ മാവേലിത്തമ്പുരാനെ പോലെ ഈ പാവങ്ങളെയൊക്കെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് ഷിഫ്റ്റ് അനുസരിച്ച് ഈ ഞായറാഴ്ച പുറത്തിറങ്ങാനുള്ള അടുത്ത ഞായറാഴ്ച അവകാശമില്ല. എന്നിട്ട് കിഴക്കമ്പലത്തിന്റെ പോയി സാധനം മേടിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുക. അപ്പോൾ ഒരു ശ്വാസം കഴിക്കാൻ പിന്നെ പ്രാണവായു ശ്വസിക്കാനുള്ള ഒരു സൗകര്യം കിട്ടുന്നത് അന്നാണ്. അപ്പൊ ഈ തരത്തിലാണ് പോകണം. ഞാൻ അതിന്റെ പഴയ കഥയിലേക്ക് കിടക്കലില്ല. ഇവിടെ കോവിഡ് ഉണ്ടായി കഴിയുമ്പോൾ അടച്ചു കൂട്ടിയല്ലോ. അപ്പൊ ഇവിടുന്ന് 100 കണക്കിന് തൊഴിലാളികളെ അവരെ ഇറക്കില്ല. വളരെ രഹസ്യമായി അവർ പുറത്തിറങ്ങി നടന്ന് ആരും അവരെ പോണ്ടി വന്നു. ആ പോണ വഴിക്കും പോലീസിനായിട്ട് അവരെ തടയാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുണ്ടാക്കി. ഞാൻ പറഞ്ഞത് ഇതുപോലെ മനുഷ്യരോട് മൃഗങ്ങളോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്ന സ്ഥിതിയുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണല്ലോ അത്രയും വിഷമം ഉണ്ടായേക്കുന്നത് ജനപ്രതിനിധിയോടെ. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 8 മണ്ഡലത്തിലും മത്സരിക്കുന്നത് 8 ഞാൻ ജയിക്കും. ഇവിടെ UDF-നും ഒപ്പം LDF-നും ഒപ്പം. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഈ 8 MLA-മാരുടെ പിന്തുണ വേണം. അങ്ങനെ വരുമ്പോ ആർക്കാണോ ഞങ്ങളുടെ പിന്തുണ വേണ്ടത് അവർക്ക് കൊടുക്കും. പക്ഷെ ഒരു നിബന്ധന എന്താ? എന്നെ മുഖ്യമന്ത്രി ആക്കണം. അപ്പോ ഈ പണ്ടത്തെ ഒരു മലർപ്പൊടി വിൽപ്പനക്കാരന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഇങ്ങനെ മലർപ്പൊടി വിൽക്കാൻ വേണ്ടി നടന്നു, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. ഈ മലർപ്പൊടി വിറ്റ് പണക്കാരനാവും. അങ്ങനെ പണക്കാരനായി അങ്ങനെ ആട് മേടിച്ച് അങ്ങനെ ഒരുപാട് ആടുകൾ ഉണ്ടാവും, കുഞ്ഞുങ്ങൾ ഉണ്ടാവും. അതിനെ വിറ്റ് വലിയ വാടക പണിയും. എന്നിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടെ കൂടി സുഖമായിട്ട് ജീവിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. നിർഭാഗ്യവശാൽ ആ പൂവോണ പോക്കിലെ ഈ മലർപ്പൊടി കൊണ്ടുപോയ മൺകൂടായിരുന്നു. അതിനൊരു ശുഷിരം വന്നു. ഈ മലർപ്പൊടി കീഴോട്ട് ഒഴുകാൻ തുടങ്ങി. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാളുടെ ചൂണ്ടുവരല് ആ ദ്വാരത്തിലേക്ക് ഇട്ടു. അങ്ങനെയാണ് അത് തടഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ ഇയാൾ ഈ മുഖ്യമന്ത്രിയായി ആ കസേരയിൽ ഇരുന്ന് രാജ്യഭരണം നടത്തുന്നത് എങ്ങനെ കണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ എന്ത് പറ്റിയതറിയോ? ഇയാൾ ചൂണ്ടുവരലിട്ടത് വേണ്ടാത്തവർക്കിലേക്കായി പോയി. ഒരാണയത്തിന്റെ മണം ഉണ്ടായെന്ന് ഒഴിച്ചാൽ വേറെ ഒരു പ്രയോജനവും അതുകൊണ്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ജാതി ഏർപ്പാടുമായിട്ടാണ് ഇയാളുടെ ഒരു പുറപ്പെടുന്ന് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെയായി എന്നൊന്ന് ആലോചിച്ചാൽ നല്ലതാണ്. ഇവിടെ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ അടക്കാത്തോണ്ട് എത്തിച്ച മുദ്രാവാക്യമൊക്കെ ചില ആളുകൾ വിളിച്ചു.
എനിക്ക് മനസ്സിലാവില്ല എങ്കിലും ഇവര് ഇതൊക്കെ അറിഞ്ഞത്. നമ്മുടെ നാട്ടിൽ എന്തോ ഞങ്ങൾക്ക് ഇത് അറിയാവുന്നതാ. എന്നായിട്ട് കഥയുണ്ട്. കഥ എങ്ങനെയാണെന്നറിയോ? ഇദ്ദേഹം ആദ്യം മുടക്കിയത് ഈ ഒരു അടക്കാ കച്ചവട. അടക്കാ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ രാജ്യം മുഴുവനുള്ള അടക്ക മേടിക്കും 100-300 തൊഴിലാളികളിൽ നിന്ന് അടക്ക ചെയ്യുമ്പോഴും കുട്ടികളും ഇങ്ങനെയുള്ള വ്യവസായങ്ങളൊക്കെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരുമ്പോ പുള്ളിക്ക് അന്നും വലിയ പിരിവാടുണ്ട്. എ.എൻ. തോമസ് എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നല്ലോ, ഇതുപോലെ ഇങ്ങനെ നെടുനീളത്തില് വലിയ കെട്ടിടങ്ങളുമാണ് ഷെഡ്. എന്നിട്ട് ഈ അടക്കയുടെ ഈ കടുപ്പം കൂടി കൊണ്ടുണ്ടല്ലോ, ആ കാമ്പ് കുത്തിയിട്ടിട്ടുള്ള അതിന് നല്ല കടുപ്പമുണ്ട്. അത് ചാക്കിൽ അങ്ങോട്ട് നടച്ചു. എന്നിട്ട് ആ സൈഡിൽ ഇങ്ങനെ പുറമെ സൈഡ് വാതിലിന്റെ അല്ല മറു സൈഡിൽ എങ്ങനെ അട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പുറത്ത് അടക്കയുടെ കേടടയ്ക്ക, അതിനാണ് ബദലാന്നാണ് അതിന് പറഞ്ഞത്. കേടടയ്ക്ക ചാക്കിൽ അട്ടിയിട്ടു. അതിന്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കുറച്ച് നല്ല അടയ്ക്ക. അപ്പൊ എന്നിട്ട് വലിയ തുകയ്ക്ക്, അന്നത്തെ കാലത്ത് വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്തു. ഇൻഷുർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഇൻഷുറൻസിന്റെ ആളുകൾ, ആ ബന്ധപ്പെട്ട ആളുകൾ ഒന്ന് നോക്കിയാൽ വാതിൽ തുറന്നിട്ട് 7 അട്ടി എടുത്താലും അതിന്റെ അകത്തൊക്കെ അടക്കയുണ്ട്. കുഴപ്പമില്ല. എന്നിട്ട് എന്റെ ഒരു സുഹൃത്തൊക്കെ ആയിരുന്നു, ആളൊക്കെ മരിച്ചുപോയി. എങ്കിലും പറയാണ്, അങ്ങനെ ഒരാള് ഇടപാട് നടത്താൻ ഏർപ്പാട് ചെയ്തു. തീ കഴിഞ്ഞിട്ട് തീയുടെ ആളി കത്തിയല്ലോ. ആളി കത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വിവരം അറിയിച്ചു. വിവരം അറിയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മുതലാളി ഓടി വന്നിട്ട് ആ തീയിലേക്ക് ചാടി മരിക്കാൻ പോവാ. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണോ വേണ്ട, ചാടി മരിക്കാൻ പോവാ. അപ്പൊ കുറെ ആളുകൾ വട്ടം നിന്ന് പിടിക്കുക. അയ്യോ മുതലാളി വിവരം അടിക്കല്ലേ എന്ന് പറഞ്ഞ് വട്ടം പിടിച്ചിട്ട് പിന്നെ ആ മുതലാളി അവിടെ ഇരുന്നു. എന്നിട്ട് എന്താ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? അതിന്റെ പിറയിലേക്ക് ഒരു ചാച്ചേട്ടുണ്ടായിരുന്നു. ആ ചാച്ചേട്ടിന്റെ മുകളിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിന് ഷോർട്ട് സർക്യൂട്ട് വന്ന് അതിന് തീ പിടിച്ച് അങ്ങനെയാണ് ഇനി എത്തിയെന്നാ. പക്ഷെ ഒരു കാര്യം ജഗക്കൊക്കെ ആ സൈക്കിളിൽ തീരം മഷി പറ്റിയിട്ടുണ്ടായില്ല. റിപ്പോർട്ടൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് ആ മുഴുവൻ പൈസയും മേടിച്ചിടും. അവിടെ നിന്നാണ് നിങ്ങൾ വന്നിട്ട് ചരിത്രത്തിന്റെ നാൾവഴികളൊന്നും ഞാൻ പറയണില്ല. ആ നാൾവഴികളെല്ലാം മോശമാണ്. അവിടെ പറഞ്ഞല്ലോ 400 ജില്ലാനോ ഈ തരിയുടെ ഉടമകളെ കണ്ടുപിടിച്ച് അവരുടെ പേരിൽ ലോൺ എടുപ്പിച്ച് അവസാനം എന്ത് ചെയ്യുന്നവരോ, ഇവരുടെ തത്വം അനുസരിച്ച് ഈ ഓരോ യൂണിറ്റിന്റെ നമ്മുടെ KV ആന്റണിയൊക്കെ മെമ്പറാ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ അവരുടെ പേരിൽ ലോൺ അവരറിയണില്ല. അവർക്ക് ജോലി എന്നുള്ളതിലേക്ക് എറണാകുളത്തുള്ള ബാങ്കിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് കുറെ കടലാസ് എഴുതി കാണിച്ചു. അപ്പൊ മുതലാളി എന്നിട്ട് വരിക, സാറേ ഇവരെ വെയിൽവേ നിർത്താൻ പറ്റില്ല, ഉടനെ ഒപ്പിടിച്ച് വിടണം. അപ്പൊ ഇവര് ഈ പാവങ്ങളുടെ കൂടെയായി. എന്നിട്ടോ അവര് കാണിച്ചു കൊടുത്തോടത്തൊക്കെ സർവറേ നമുക്ക് ഒപ്പിട്ട് കൊടുക്കും. അതിന് ഒരു ഉപ്പിന്റെ കാര്യം എന്താണെന്ന് പറയാം, അവരുടെ പേരിൽ ലോണാ. അത് ഈ പാവങ്ങൾ വായിച്ചു നോക്കിയില്ലോ. അവസാനം കുടിശ്ശിയായി പ്രശ്നമായി. അവരെയും സംഘടിപ്പിച്ച് സമരം നടത്തിയ ആളുകളാണ് നമ്മള്. മനസ്സിലായോ? അങ്ങനെയാണ് അന്ന് KV ആന്റണിയൊക്കെ കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെയാ. ആ KV ആന്റണി അടക്കമുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വരാൻ വന്നത് നമ്മളെടുത്ത നിലപാടിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ തെറി കൊണ്ടുവന്ന് വെച്ചു. അതിൽ നെയ്ത് വന്നതൊക്കെ ഇയാളുടെ ഒരു മാതൃ യൂണിറ്റ് വരുന്നത്. ആ യൂണിറ്റിലേക്ക് ഇത് വരും. അപ്പൊ ഇവിടെ മുഴുവൻ നഷ്ടം, അവിടെ മുഴുവൻ ലാഭം. മനസ്സിലായോ? ഇങ്ങനെ ഇതിന്റെ കൃത്രിമവും കള്ളത്തരവും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലുള്ള ഈ സ്ഥിതിയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. ഇവിടെ സമ്മന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ തന്നെ ഈ പഴംപുരാണം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പ്രദേശത്തുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ തരത്തിലുള്ള മ്ലേച്ഛമായ ആ പൂർവ്വ ജന്മത്തിന്റെ ഭാഗമായിട്ട് സിദ്ധിച്ചിട്ടുള്ള അതേ സംസ്കാരവും അതേ രീതിയും എല്ലാം ഈ കാലഘട്ടത്തിലും തുടർന്നു പോയാൽ അവിടെ നമ്മുടെ നേതാക്കന്മാര് സൂചിപ്പിച്ചതുപോലെ കാലം മാറി കഥ മാറി. അപ്പൊ അതുകൊണ്ട് വേണ്ടാത്തത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാനന്ന് പറഞ്ഞാണ്, ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ പണ്ടത്തെ കാലമൊന്നുമല്ല. ഞാനിപ്പോ ഒരു സമരത്തിലൂടെ വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ ചില സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ട് ഞാൻ 37 ദിവസം ആശുപത്രി കിടന്നതാ. അപ്പൊ എനിക്കൊരു സന്തോഷമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ അവരെയും കിടത്തി, അവരും അതുപോലെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ പ്രസ്ഥാനത്തിന്റെ ഇത്രയും കരുത്തും ശക്തിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു കുഞ്ഞിന്റെ നേരെ പൂയി കൊണ്ട് വാരിയിട്ടാൽ നിന്റെ ആ കൈ മാത്രമല്ല കുടുംബം വരെ ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ ആന്ധ്ര ചെന്നപ്പോ ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാവോയിസ്റ്റുകൾ നേരെയാണ് ചെന്നാ കേട്ടേക്കെ. അതൊക്കെ പോട്ടെ, അതിപ്പോ നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. ഈ ആന്ധ്രയിൽ ചെന്നാൽ ഈ പാർട്ടിക്ക് ഈ പ്രസ്ഥാനത്തിനൊരു ഗുണമുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകത്ത് എവിടെയുണ്ട്? ലോകത്തിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ഒരു രാജ്യം പറയാൻ പറ്റുമോ? അവസാനം ചന്ദ്രനിൽ ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രനിലെ ഈ ചെമ്പൊടിയില്ലേ, സോവിയറ്റ് യൂണിയനിലെ എവിടെ കയറി ചെമ്പൊടി കിട്ടിയത്. എന്നിട്ടാണ് ഒരു പീറ വന്നേച്ച് ഇങ്ങനെ അല്ല ഓലപ്പാമ്പെന്നൊന്നും മറ്റേ ഞാൻ പറയണില്ല, അതേ താഴെയാ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇയാൾ 1ാം സ്ഥാനത്ത്,
ഞങ്ങള് നമ്മള് 2ാം സ്ഥാനത്ത്, അല്ല 3ാം സ്ഥാനത്ത്, കോൺഗ്രസ് 2ാം സ്ഥാനത്ത്. ഇതായിരുന്നു ഞങ്ങൾ ഇങ്ങനെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ്. പക്ഷെ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോഴോ അപ്പോഴാണ് കവി പാടിയതുപോലെ ആ വിശ്വമേ അധികം തുങ്കപതിത്തല്ല എത്ര എന്ന് പറഞ്ഞതുപോലെ ദേ കിടക്കുന്നു കരിഞ്ചെമ്പിന്റെ തണ്ട് വാടി ചാടിയതുപോലെ അവിടെ കിടപ്പായി. പുള്ളി ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ചിലര് ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് പോകാം ആ കാര്യത്തിലേക്ക് പോയി. പുള്ളി സ്വപ്നം വലിയ ജോലി കാണുകയാണ്, പാർലമെന്റിലേക്ക് നിൽക്കാനും അവിടെ ചെന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനും കഴിയുമെങ്കിൽ വ്യവസായ മന്ത്രി ആവാനും അങ്ങനെയൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക. അതാണ് പുള്ളിയുടെ. പുള്ളി ഒരു തെരഞ്ഞെടുപ്പ് വന്നു. അതിന്റെ കഥ ഞാൻ പറയാം. നിങ്ങൾ ഇതൊക്കെ പല സ്ഥലത്തുനിന്ന് വന്നവരാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതിന്റെ ഒരു ഗുണമാണ്.